ഹലോ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ മണാലിയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു 54 ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ലിസ കോളേജിൽ നിന്നുള്ള കുട്ടികളും അതുപോലെ തന്നെ 2-3 സാറുമാർ ടീച്ചർമാരൊക്കെ ആയിട്ട് ടോട്ടൽ 54 പേരുടെ പാക്കേജാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ കസവുള്ളിലേക്കാണ്. അപ്പോൾ അവരെല്ലാവരും നമ്മൾ ട്രാവലറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ടീമാണ് പോണ വഴിക്കുള്ള ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്, പഴയ ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെ നിർത്തി അവർ കുട്ടികളെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പാരാഗ്ലൈഡിങ്ങിൻ്റെ അവിടെ നിർത്തോട്ടെ. അപ്പോൾ പാരാഗ്ലൈഡിങ് ആരും ചെയ്യാത്തതുകൊണ്ടിട്ട് നമ്മൾ പാരാഗ്ലൈഡിങ്ങിൻ്റെ അവിടെ നിർത്തിയില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ റിവർ റാഫ്റ്റിങ്ങിലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് പാരാഗ്ലൈഡിങ്. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് മാനത്ത് കൂടി കാണാൻ പറ്റും ചെറിയ ചെറിയ ഫ്ലൈ ആൾക്കാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എത്തിയേക്കണമെന്ന് പറഞ്ഞാൽ കുളുവിലാണ് റിവർ റാഫ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇതാണ് റിവർ റാഫ്റ്റിംഗ്. അത് ഷോർട്ടായിട്ടുള്ളതുകൊണ്ട് ലോങ് ഉണ്ട്. ഷോർട്ട് ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ റിവർ റാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ലോങ് റൈഡ് തന്നെ ഉണ്ട്. അത് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 കിലോമീറ്റർ അപ്പുറം വന്നിട്ടായിരിക്കും സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് അവരുടെ വണ്ടിയിൽ തന്നെ നമ്മളെ തിരിച്ചിവിടെ എത്തിക്കും. എന്നിട്ട് അവരെ മണിക്കരം കയറ്റേണ്ട കസോള് കയറ്റാം. മണിക്കരാണ് 5 മണിയാകുമ്പോൾ ക്ലോസ് ആവും. അങ്ങനെ റാഫ്റ്റിംഗ് ചെയ്യാനുള്ളവരുടെ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വണ്ടി കയറിയിട്ട് ഇപ്പോൾ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ബുന്ദറുണ്ട്. അപ്പോൾ അവിടെ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ടി അതുപോലെ തന്നെ ഹരിയാനയിലേക്കും ഡൽഹിയിലേക്കൊക്കെ പോകുന്ന ഹൈവേ ഉണ്ട് മണാലിയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞ് കയറിയ വഴിയാണ് ബുന്ദറിന് എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ കസോളിലേക്ക് പോകാനായിട്ടുള്ള വഴിയാണ് ഇപ്പോൾ ഈ പോകുന്നത്. നമ്മുടെ കൂടെയുള്ള കോളേജ് എല്ലാ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഉള്ളവരെല്ലാവരും നമ്മളോട് നല്ല കമ്പനിയായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഇവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇവരായിട്ട് ലോക്കൽ സൈറ്റ് സീനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ മണാലി മാൾ റോഡ് അടിമ്പ ടെമ്പിളൊക്കെ കറങ്ങിയിട്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ മണിക്കരണിലേക്കാണ് കേട്ടോ. കസോള് മണിക്കരണിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു ഫ്രണ്ടിൽ പോകുന്ന ബസ് കണ്ടാവും. 1 മിസ്റ്റേക്ക് ഗെയിം ഓവർ. അങ്ങനെ നമ്മളിപ്പോൾ മണികരണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മണികരണിലെ പഞ്ചാബി ഗുരുദ്വാരയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വീഡിയോ എടുക്കാനുള്ള അധികം പെർമിഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് പുറം ഭാഗം. അപ്പം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചെറിയ ഫ്ലീ മാർക്കറ്റ് പോലെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാം. മാലയും അതുപോലെയുള്ള വിശ്വാസമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. അതുകഴിഞ്ഞ് നമ്മളിത് ഈ പാലം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് ഇറങ്ങണ പാലമാണ്. അപ്പോൾ പാലത്തിൽ ഭയങ്കര ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ സൈഡിൽ ഫുള്ള് താഴെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിച്ചിട്ട് അതൊരു വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ കപ്പിൾസ് അത് മേടിച്ച് അവിടെ ലോക്ക് ചെയ്തിട്ട് ആ താക്കോൽ എടുത്തിട്ട് നമ്മൾ പാർവതിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ, പാർവതി റിവറിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം എന്നും നിലനിൽക്കും, നല്ല സ്ട്രോങ്ങോടുകൂടി നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതാണ് ഇവിടുത്തെ കാണുന്ന ലോക്കുകളൊക്കെ. ഓരോ നാട്ടിൽ ഓരോ വിശ്വാസങ്ങളെന്നൊക്കെ പറയൂലേ. ഓരോ നാട്ടിലല്ലല്ലോ, ഓരോ നാടുകളിലും ഉള്ള ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പല പല തരത്തിലുള്ള ഓരോ വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഓരോരോ നല്ല നല്ല ആചാരങ്ങളൊക്കെ ഉണ്ട്. ഇതും നമ്മൾ മനസ്സിൽ വിശ്വസിച്ചിട്ട് ചെയ്യണമെങ്കിൽ, രണ്ടുപേരും വിശ്വസിച്ചിട്ട് ചെയ്യണമെങ്കിൽ അത് അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ട്രാവലറിലാണ്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന സുഹൃത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല പരിചയത്തിലുള്ള ഹിമാചലിലെ ഒരു ലോക്കൽ ഡ്രൈവറാണ് ഇവൻ.